എത്രമാത്രം നീചമായ ഒരു പാർട്ടിയാണ് CPIM എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേളുവിന്റെ ആ മന്ത്രിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം. കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്തു, പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി. നിങ്ങൾ ആലോചിച്ചു, ഒരു പട്ടികവർഗക്കാരിയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അവരോധിച്ച ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പട്ടികവർഗക്കാരനായ ഒരാളെ മന്ത്രിയാക്കിയിട്ട് അയാളുടെ പ്രധാന വകുപ്പുകളെല്ലാം എടുത്തു മാറ്റിക്കളഞ്ഞു. അതൊക്കെ MP രാജേഷനും വാസവനും. എന്താ ഇതിനർത്ഥം? നീതി നിഷേധമാണ് കേളുവിനോട് കാണിച്ചിരിക്കുന്നത്. പട്ടികവർഗക്കാരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനമാണ് ഇതിൽ കണ്ടിരിക്കുന്നത്. കേരളത്തിലെ മണ്ണിന്റെ മക്കൾക്ക് തമ്പ്രാക്കന്മാർ വെച്ചു കൊടുക്കുന്ന ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പട്ടികജാതി ക്ഷേമം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കി ദേവസ്വവും മറ്റ് വകുപ്പുകളെല്ലാം ഞങ്ങൾ തമ്പ്രാക്കന്മാരെ നോക്കിക്കൊള്ളാം. CPIMന്റെ അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള, അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള ഒരു നയ സമീപനത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കേളുവിന്റെ വകുപ്പ് എടുത്തു മാറ്റിയത് അനീതിയാണ്. രാധാകൃഷ്ണൻ കൈവശം വെച്ച എല്ലാ വകുപ്പുകളും കേളുവിന് തന്നെ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ. എന്താ, കേളുവിന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? കേളു കേപ്പബിൾ അല്ലാത്ത ആളായിട്ടാണോ? കേളു ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു, നല്ല അറിവുള്ള ആളാണ്. എന്താണ് സുപ്രധാനമായ 2 വകുപ്പുകൾ കേളുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള കാരണം? ഭരണപരിചയം നോക്കിയിട്ടാണോ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെല്ലാം വകുപ്പ് കൊടുത്തത്? ഒരു കാൽ കാശിന്റെ ഭരണപരിചയം ഉണ്ടായിട്ടാണോ മരുമകന് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും കൊടുത്തത്? ഇതിന് മറുപടി നിങ്ങൾ പറയണം മുഖ്യമന്ത്രി. ഭരണപരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണോ കേളുവിന് സുപ്രധാനമായ 2 വകുപ്പുകൾ ഒഴിവാക്കിയത്? അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഒഴിച്ച് വേറെ ഏതാണ് പുതിയ മന്ത്രി ഉള്ളത്, പഴയ മന്ത്രി ഉള്ളത്? ടൂറിസം വകുപ്പും പിന്നെ പൊതുമരാമത്ത് വകുപ്പും മരുമകൻ എന്താ കൊടുത്തത്? സുപ്രധാനമായ വകുപ്പുകളെല്ലാം പുതിയ ആൾക്കാർക്ക് ആദ്യ നിയോഗത്തിൽ തന്നെ കൊടുത്തല്ലോ. എന്തുകൊണ്ടാണ് കേളുവിന്റെ വകുപ്പുകൾ എടുത്തു മാറ്റിയത്? ദേവസ്വം വകുപ്പ് ഭരിക്കാൻ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? MP രാജേഷിന് കൊടുത്ത വകുപ്പ് ഭരിക്കുന്നതിൽ കേളുവിന് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ? അത് CPIM നടത്തുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടുള്ള CPIMന്റെ തമ്പ്രാൻ നയത്തിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ്. ഭീകരമായിട്ടുള്ള തോൽവിയെ ന്യായീകരിക്കാൻ, അതല്ലെങ്കിൽ അതിന്റെ കാരണക്കാരെ കണ്ടെത്താൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അത് യാഥാർത്ഥ്യവുമായി ചേർന്ന് പോകുന്നതല്ല. വസ്തുതകളുടെ ഒരു വശം മാത്രം കാണാനേ ഗോവിന്ദനും പാർട്ടിക്കും കഴിഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞ 2 പ്രധാന കാര്യങ്ങൾ BJP വിജയിക്കാൻ കാരണം SNDP അടക്കമുള്ള പിന്നോക്ക ഹിന്ദു സമുദായം വ്യാപകമായിട്ട് BJPക്ക് വോട്ട് ചെയ്തു. പലയിടങ്ങളിലും ക്രിസ്ത്യാനികളും BJPയെ പിന്തുണച്ചു. അതുകൊണ്ടാണ് BJP വിജയിച്ചതും LDFന് ഇത്ര വലിയ തകർച്ച ഉണ്ടായത്. അതിന് അദ്ദേഹം SNDP അടക്കമുള്ള ഹിന്ദു സമുദായത്തിലെ സംഘടനകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. BDJS രൂപീകരിച്ച് BJPക്ക് വേണ്ടി വിടുപണി ചെയ്തു. വെള്ളാപ്പള്ളി നടേശൻ BJPക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നു. തുടങ്ങിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങളും ചില ഒളിപ്പിച്ചു വെച്ച ഭീഷണിയും CPM സെക്രട്ടറി ഇന്നലെ പുറത്തെടുക്കുകയുണ്ടായി. പക്ഷെ ശരിയായ വിശകലനത്തിൽ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളത്. കേരളത്തിൽ 30% ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് മുസ്ലിം സഹോദരി സഹോദരൻ. ആ ജനസമൂഹം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മൗനം പാലിക്കുകയാണ് MP ഗോവിന്ദൻ. ഞാൻ ആലപ്പുഴയിലെയും കോഴിക്കോട്ടെയും 2 ഉദാഹരണങ്ങൾ പറയാം. ഞാൻ എന്തിനാണ് അത് പറയുന്നത് ചോദിച്ചാൽ, LDFന്റെ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങൾ. ആലപ്പുഴയിൽ ആരിഫും അവസാനത്തെ കനൽ ഒരു തരി. കോഴിക്കോട്ട്
നമ്മുടെ എളമരം കരീമിക്ക. ഈ രണ്ട് മണ്ഡലങ്ങളിലും മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം ഇടതുമുന്നണി വിലയിരുത്തിയിട്ടുണ്ടോ, അല്ല CPIM വിലയിരുത്തിയിട്ടുണ്ടോ, വസ്തുത അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കേൾക്കാത്ത തരത്തിലുള്ള മുസ്ലിം പ്രീണനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം CPM-ഉം മുഖ്യമന്ത്രിയും നടത്തിയത്.